ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം കാണില്ല. നിങ്ങൾ ദൈവികപരമായിട്ടുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാകില്ല. പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിൽ ഈ മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച നേരിട്ട് തന്നെ മനസ്സിലാക്കൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീട്ടിലെ അടുക്കളയുടെ ഭാഗം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ്. അവിടെ കൃത്യമായ രീതിയിലുള്ള ഊർജങ്ങളുടെ പ്രസരണം ഉണ്ടായി വരണം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് വീട്ടിലെ ഊർജം വിപരീതമായ രീതിയിലോ നെഗറ്റീവായ തരത്തിലോ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാസ്തുപരമായിട്ടുള്ള നിയമങ്ങളും ഒപ്പം ഊർജധാര നിയമങ്ങളും കൂടി നമ്മൾ ഒരു വീട്ടിലെ അടുക്കളയിൽ പാലിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ നെഗറ്റീവായിട്ടുള്ള വിപരീത ഗുണങ്ങളെ മാറ്റുന്നതിനും പോസിറ്റീവായിട്ടുള്ള അനുകൂല തരംഗങ്ങളെ നമ്മുടെ ഭവനത്തിൽ നിറയ്ക്കുന്നതിനും അടുക്കള നൽകുന്ന സംഭാവന വളരെ വലുതാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അടുക്കളയിൽ അവലംബിക്കുമ്പോൾ ഒട്ടേറെ പ്രയാസങ്ങൾ, ധനനഷ്ടം, ഒരുപാട് കടങ്ങൾ, ഒരുപാട് ബാധ്യതകൾ, ഒപ്പം തന്നെ ആരോഗ്യക്ഷയം, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു പൈസയുടെ പോലും ചെലവില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഇരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, ചില കാര്യങ്ങളെ പുറത്തേക്ക് മാറ്റുക, ഇത്രയേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ കുറേയധികം പ്രയാസങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നേ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം, പ്ലാസ്റ്റിക് പാത്രത്തിലെ ഉപ്പ് എന്നുള്ളതാണ്. പല വീടുകളിലും നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ് പ്ലാസ്റ്റിക് പാത്രത്തിൽ, ചില ഇരുമ്പ് പാത്രങ്ങളിൽ, ചില സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഉപ്പിട്ട് വെച്ചിരിക്കുന്നു. മിക്ക വീടുകളിലും ഈ പ്ലാസ്റ്റിക് പാത്രത്തിലെ ഉപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പിട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഒരുപാട് വിപരീത ഗുണങ്ങളെ ഈ വീട്ടിനുള്ളിൽ വരുത്തുന്നതാണ്. മാത്രമല്ല, ഉപ്പൊഴിഞ്ഞ അടുക്കളയും പാടില്ല എന്നാണ് പറയുന്നത്. വീട്ടിൽ ഉപ്പ് ഒരിക്കലും മുട്ടിപ്പോകരുത്. ഉപ്പ് ഒരു പാത്രത്തിൽ, അത് നമുക്കറിയില്ല, ഭരണി, ചെറിയ ഭരണികളൊക്കെ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് എന്താ മേടിക്കാൻ കിട്ടുന്നു, ചെറിയ ചെറിയ ഭരണികൾ. അതിൽ നമുക്ക് ഉപ്പിട്ട് വെക്കാമല്ലോ. കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ മതി, ബാക്കി നമുക്ക് മാറ്റി വെച്ചേക്കുക. ആവശ്യത്തിന് നമുക്ക് പൊട്ടിച്ച ചെറിയ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. കാര്യം നമ്മുടെ ശരീരത്തിന് ഉപ്പ് അധികം ചെല്ലുന്നത് നല്ലതല്ലല്ലോ. അപ്പം ഉപ്പിന്റെ അളവും കുറയ്ക്കണം, ഒപ്പം തന്നെ ഉപ്പ് ഒഴിയാനും പാടില്ല. ഉപ്പ് ഭക്ഷണത്തിന് ടേസ്റ്റ് നൽകുന്ന ഒന്നാണ്, അത് ഒഴിയാനും പാടില്ല. ഉപ്പ് ഒഴിഞ്ഞ അടുക്കളയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അത് നെഗറ്റീവാണ്. എന്നാൽ പ്ലാസ്റ്റിക് പാത്രം, അതായത് വിപരീത തരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്ന അത്തരം പാത്രങ്ങളിലുള്ള ഉപ്പ് ശേഖരണവും ഒഴിവാക്കേണ്ടതാണ്. അത് നിങ്ങളുടെ വീട്ടിലെ ഊർജ്ജധാരയെ മെച്ചപ്പെടുത്തുകയും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള മേന്മകളെ സമ്മാനിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, മരുന്നുകൾ എന്നുള്ളതാണ്. നമ്മുടെ അടുക്കളയിൽ മരുന്നുകൾ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അടുക്കള എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ കേന്ദ്രമാണ്. നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് നല്ല ആഹാരം വിളമ്പിക്കൊടുത്ത് അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കേണ്ടുന്ന ഇടമാണ്. പക്ഷേ നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങൾക്കൊപ്പം മരുന്നുകൾ വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിച്ചു പോവുകയാണെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും അസുഖത്തിന്റെ ഒരു ലക്ഷണമായിരിക്കും. നിങ്ങളുടെ വീടുകളിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ സമീപത്ത് എവിടെയെങ്കിലും നിങ്ങൾ മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്നും അസുഖങ്ങളുടെ പ്രശ്നമായിരിക്കും. നിങ്ങൾക്ക് മരുന്ന് വയ്ക്കാൻ വേറെ റൂം നിങ്ങൾ സെലക്ട് ചെയ്യുക, അവിടെ മരുന്ന് വയ്ക്കുകയാണ് പ്രധാനം. ഒരിക്കലും അടുക്കളയിൽ മറ്റ് സാധനങ്ങൾക്കൊപ്പം മരുന്ന് കൊണ്ടുവയ്ക്കരുത്. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടുന്ന ചില മരുന്നുകളുണ്ടാവും. വീട്ടിലൊരു ഫ്രിഡ്ജേ ഉള്ളൂ, അത് അടുക്കളയിലാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ മരുന്നുകളെ നമുക്ക് പ്രത്യേകം ഒരു പാക്കറ്റിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിൽ തരക്കേടില്ലെന്ന് പറയാം. പക്ഷേ പലപ്പോഴും ആഹാരം പാചകം ചെയ്യുന്നതിൻ്റെ മുകളിൽ ഒരു അലമാര ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി മരുന്നുകൾ വയ്ക്കുക. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും. ഇല്ലെങ്കിൽ അരിയോടൊപ്പം ഇടകലർത്തി അരി ഇരിക്കുന്ന റാക്കിനടുത്ത്, അലമാരയുടെ അടുത്ത്, ആ ഷെൽഫിൽ ഇങ്ങനെയൊക്കെ മരുന്നുകൾ കൊണ്ടുവയ്ക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ആ മരുന്നുകൾ അവിടെ നിന്ന് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ വീട്ടിനകത്ത് എപ്പോഴും ഒരു അസ്വസ്ഥത, ഒരു അസുഖത്തിന്റെ ഫീൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മൂന്നാമത്തത്, രാത്രി സമയത്ത് പാത്രം മെഴുക്കാത്ത അടുക്കള എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. രാത്രി സമയത്ത്
എങ്ങനെയൊക്കെ ആയാലും ശരി നമ്മൾ പാത്രം പൂർണ്ണമായിട്ട് മെഴുക്കി വെച്ചിട്ടേ കിടക്കാവൂ. ഒരിക്കലും എച്ചില് പിടിച്ച പാത്രങ്ങൾ, അത് ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങളൊന്നും ഒരിക്കലും അടുക്കളയിൽ രാത്രി സമയത്ത് പാടില്ല എന്നുള്ളതാണ്. ചിലരായിട്ട് രാത്രി വരെ സിനിമ കണ്ടിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് പാത്രം എല്ലാം വാഷ് ബേസിലേക്ക് ഇട്ടിട്ട് ഇനി നാളെ കഴുകുക എന്നുള്ള രീതിയിൽ കിടന്നുറങ്ങാൻ പോകാറുണ്ട്. ദയവേത് അത് ചെയ്യരുത്. വീട്ടിലെ ഈശ്വരാധീനം കെടുന്നതിന്റെ പ്രധാന കാര്യമാണ്. ഈ രാത്രി സമയത്ത് എന്ന് പറഞ്ഞാൽ നിദ്ര ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളും. അതിനുശേഷം അന്നപൂർണേശ്വരി ദേവിയുടെ സാന്നിധ്യം അടുക്കളയിൽ നിറഞ്ഞു നിൽക്കും. കാര്യം പിറ്റേ ദിവസം നമ്മൾ ഊർജത്തോടുകൂടി ആഹാരം പാചകം ചെയ്യുന്ന ഊർജ്ജമാണല്ലോ, ആ ഊർജത്തോടുകൂടി നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആവാസം അടുക്കള സ്ഥാനത്ത് കാണും. പക്ഷെ എച്ചില് അവിടെ കുമിഞ്ഞുകൂടി കിടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ദേവിയുടെ സാന്നിധ്യം കാണുകയില്ല. അപ്പോൾ ധാന്യലക്ഷ്മി എന്ന് പറയുന്ന ഭാവത്തിൽ അമ്മ കാണപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവിമാരുടെ എല്ലാം സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നെഗറ്റീവ് തരമാവുകയും അത് അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല, ഇങ്ങനെ എച്ചിൽ പാത്രം വാഷ് ബേസിൽ കിടന്നു ഉണങ്ങുന്ന ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നോക്കിക്കോളൂ, അവർക്ക് ഒന്നിന് 2.5 എന്നുള്ള രീതിയിലായിരിക്കും ചിലവ്. അതായത് 1000 രൂപ വരുമ്പോൾ 2500 രൂപയുടെ ചിലവിലേക്ക്, ഇരട്ടി ചിലവിന് പുറത്തേക്ക് നമുക്ക് ഉണ്ടായി വരും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തത് കിഴക്ക് ഭാഗം വെടിച്ച അടുക്കള എന്നുള്ളതാണ്. നമ്മുടെ വീട് വയ്ക്കുമ്പോൾ അടുക്കളയിൽ ചുമരുള്ളപ്പോൾ കിഴക്ക് ചുമര് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള. ആ ചുമരിൽ അഴുക്കുകൾ പാടില്ല, മാറാല പിടിച്ചിരിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ കെട്ടിടം കെട്ടുമ്പോൾ ഏതെങ്കിലും കൂട്ടുകളുടെ കുഴപ്പം കൊണ്ടോ മറ്റൊക്കെ കൊണ്ട് ചുമരിൽ ഇങ്ങനെ പൊട്ടൽ, വെടിപ്പുണ്ടാവുക, ക്രാക്ക് ഉണ്ടാവുക ഒരിക്കലും പാടില്ലാത്ത അടുക്കള ചുമരിൽ, പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്തെ ചുമരിൽ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ധനപരമായിട്ടുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ വരും. സംഘർഷങ്ങൾ ഒരുപാട് ആ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘർഷം, കുട്ടികളുമായി ബന്ധപ്പെട്ട സംഘർഷം, ഇതൊക്കെ ഒരുപാടായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്തേക്കുള്ള ആ ചുമര് എപ്പോഴും നല്ല ശുദ്ധമായിട്ടിരിക്കാനും, അത് പൊട്ടലോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചേക്കും, അതെങ്കിൽ ക്രാക്ക് ഫില്ലേഴ്സൊക്കെ ഉപയോഗിച്ച് അതിനെ ഫില്ല് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം മാറാലയും ഗൗളിയുമുള്ള അടുക്കള എന്നുള്ളതാണ്. അതായത് അടുക്കളയുടെ 4 കോണുകളിലും മാറാല പിടിച്ചിരിക്കുക, മുകളിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പുക പിടിച്ച മാറാല കാണപ്പെടുക, ഇതൊക്കെ ഒരു അടുക്കളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുശകുനമായിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, അടുക്കളയിൽ എപ്പോഴും പല്ലികൾ, ഗൗളികൾ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണപരമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുക്കള എപ്പോഴും അടുക്കും ചിട്ടയോടുകൂടി ചുരുട്ട് വൃത്തിയാക്കി എപ്പോഴും ഭംഗിയായിട്ട് ഐശ്വര്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ചിലപ്പം എവിടെന്നെങ്കിലുമൊക്കെ ഗൗളികളൊക്കെ കയറി വന്നേക്കാം, പക്ഷെ അത് ഗൗളിയൊക്കെ കയറി ഇരിക്കാനുള്ള ഇടം ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടും മുകളിൽ ഇങ്ങനെ ചിലന്തി പോലുള്ള വർഗ്ഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ അവയെ ഭക്ഷിക്കാനായിട്ട് ഈ പല്ലി എന്ന് പറയുന്നത് വരുന്നത്. അതുകൊണ്ട് തന്നെ അടുക്കള എപ്പോഴും ക്ലീനാക്കി നിർത്തി കഴിഞ്ഞാൽ ഈ പല്ലിക്കൊന്നും കയറി ഇരിക്കാനുള്ള ഇടം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ശുദ്ധിയായിട്ട് അടുക്കള സൂക്ഷിക്കാൻ ശ്രമിക്കണം. ആറാമത്തത് ധാന്യമൊഴിഞ്ഞ അടുക്കള എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ പാചകത്തിന് ഉപയോഗിക്കുന്ന അരി, ഗോതമ്പ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പൊതുവിൽ ധാന്യം എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ പെടുത്തുക. ഇത് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഒഴിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ദാരിദ്ര്യ പിശാച് വന്ന് ബാധിക്കുമെന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയാറുള്ളത്. അതായത് അരിക്കലം ഒഴിഞ്ഞു കിടന്നാൽ, അല്ലെങ്കിൽ ധാന്യ കലവറ ഒഴിഞ്ഞു കിടന്നാൽ അവിടെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ദാരിദ്ര്യം കടന്നുകൂടും. ഈ എന്തായാലും ഭക്ഷണത്തിനുള്ള സാധനങ്ങളില്ലെങ്കിൽ അവിടെ ദാരിദ്ര്യമാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ചില വ്യക്തികൾ അങ്ങനെയല്ല. അവരുടെ വീട്ടിൽ ചിലപ്പം പുറത്തുനിന്ന് സ്വിഗ്ഗിയിൽ നിന്ന് മറ്റൊക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ പല രീതിയിൽ സ്വന്തമായിട്ട് ഭക്ഷണം വയ്ക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കാണും. എന്നാൽ ഒട്ടും ശ്രദ്ധിക്കാതിരുന്നിട്ട് ഒരു ദിവസം രാവിലെ വെക്കുമ്പോൾ അരിയൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയിൽ വരുന്നത്. തലേദിവസം വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് വയ്ക്കാം, പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല. രാവിലെ ഒന്ന് നോക്കിയപ്പോൾ അരി കലത്തിലില്ല, ഒരിടത്തും ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന ചില അശ്രദ്ധ കൊണ്ട് വരുന്ന കാര്യങ്ങളുണ്ട്. എങ്ങനെയായാലും ശരി, നമ്മുടെ അടുക്കളയിൽ ഒരു പാത്രത്തിൽ കുറച്ച് അരിയിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് അമ്മമാർ കണ്ടില്ലേ, പണ്ട് ഒരു മുളനാഴി പോലത്തെ നാഴിയിൽ എപ്പോഴും അരിയിട്ട് അതിൽ വെച്ചേക്കും. കലത്തിൽ ഒഴിഞ്ഞാലും ആ നാഴിയിൽ അരി കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ അരി അടുക്കളയിൽ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ പാത്രത്തിൽ അരിയിട്ട് അങ്ങ് സൂക്ഷിച്ചോളും, അത് അവിടെ ഇരിക്കും, അത് മതിയാകും. പക്ഷേ ഒരിക്കലും ഒഴിഞ്ഞു പോകരുത്, പൂർണ്ണമായിട്ട് അടുക്കളയിൽ അരി ഒഴിഞ്ഞു പോകരുതെന്നാണ്. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പ്രാർത്ഥനകളിൽ, പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എന്തിനാണിത് പറയുന്നതെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും യൂട്യൂബ് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയുള്ളൂ. എങ്കിലല്ലേ
നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി, ലൈറ്റർ ഇവയില്ലാത്ത അടുക്കള എന്നുള്ളതാണ്. അടുക്കളയിൽ എപ്പോഴായാലും അഗ്നി ജ്വലിപ്പിച്ചാലേ പറ്റുള്ളൂ. അതിന് തീപ്പെട്ടി വേണം, അല്ലെങ്കിൽ ലൈറ്റർ വേണം, എന്തെങ്കിലും ഒരു വസ്തു അഗ്നി ജ്വലിപ്പിക്കാനായിട്ട് വേണം. അപ്പോൾ അഗ്നി ജ്വലിപ്പിക്കാൻ വസ്തുക്കളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു അടുക്കള എപ്പോഴും ശ്മശാന തുല്യമായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് അവിടെ പുകയില്ല, തീയില്ല, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ്. അങ്ങനെ ഒരു അടുക്കള കാണപ്പെടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു തീപ്പെട്ടിയോ ലൈറ്ററോ നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. അവിടുത്തെ ഊർജവുമായി ബന്ധപ്പെട്ട കാര്യമാണിത്. അതെപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ്. എട്ടാമത്തെ കാര്യം കണ്ണാടി പതിപ്പിച്ച അടുക്കള എന്നുള്ളതാണ്. അടുക്കളയിൽ മുഖം നോക്കുന്ന, ശരീര സൗന്ദര്യം നോക്കുന്ന കണ്ണാടികൾ പതിപ്പിക്കരുതെന്നാണ് പണ്ട് മുതലേയുള്ള വിശ്വാസം. കാര്യം വേറൊന്നുമല്ല, ഈ കണ്ണാടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പോയി മുടി കോതുക, അവിടെ ചെന്ന് വല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുക്കളയിൽ മുടി ഒഴിഞ്ഞു വീഴാം, അല്ലെങ്കിൽ ചില മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ച് അത് ഭക്ഷ്യ വസ്തുക്കളായിട്ട് കളരാം എന്നൊക്കെയുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ അതിലുപരി പ്രത്യേക തരം നെഗറ്റീവുകൾ നമ്മുടെ അടുക്കളയിൽ ആകർഷിക്കാൻ ഈ കണ്ണാടി ഇരിക്കുന്നത് കാരണമാകും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ അടുക്കളയ്ക്കുള്ളിൽ തങ്ങിക്കൂടാതിരിക്കാൻ അടുക്കളയിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അലമാരകളോ മറ്റോ വെച്ചിട്ട് കണ്ണാടി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഒമ്പതാമത്തെ കാര്യം ചൂല് വയ്ക്കുക എന്നുള്ളതാണ്. അടുക്കള എപ്പോഴും ശുചിയായിട്ടും വൃത്തിയായിട്ടും എല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഈ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂല് ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കരുത്, അത് പുറത്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചിലരാട്ടെ വൃത്തിയാക്കിയിട്ട് ആ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ചൂലെടുത്തിട്ടേക്കും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അത് അടുക്കളയുടെ ഊർജ്ജത്തെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റിക്കാം. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, വീട്ടിനകത്ത് എപ്പോഴും കലഹം, അങ്ങനെയൊക്കെയുള്ള കുറേ അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നോക്കുക. ഞാൻ പറയുന്നു 90% ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു സമാധാനവും മറ്റൊക്കെ കടന്നു കൂടുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഊർജ്ജങ്ങളുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്നാൽ നമ്മൾ ചിലപ്പോൾ വേറെ കാര്യങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് നമ്മുടെ യഥാർത്ഥ കാരണത്തെ കണ്ടെത്താതെ പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഇല്ല, വീണ്ടും വർദ്ധിച്ചു വരുന്നതിന് കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.